സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പിണറായി വിജയന്റെ കോലവും കത്തിച്ചു. ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുദേവന്റെ ദർശനങ്ങളെയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയുടെ മണ്ണിൽ വെച്ച് അപമാനിച്ചത്. ഇത് നാരായണ ഗുരുധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത്യാവശ്യം മുഖ്യമന്ത്രിക്ക് ചരിത്രബോധം ഉണ്ടാകേണ്ടതാണെന്നും എം.ടി. രമേശ് പറഞ്ഞു. അത്യാവശ്യം മുഖ്യമന്ത്രിക്ക് ചരിത്രബോധം ഉണ്ടാകേണ്ടതാണ്. ഈ നാട്ടിൽ നടക്കുന്ന സാമാന്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ സനാതന ധർമ്മത്തിന് നിലവിരിച്ചു മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. മുഖ്യമന്ത്രിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ രീതിയിൽ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നാരായണ ഗുരുദേവന്റെ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും പരസ്പരം ബന്ധമില്ല എന്ന് പറയുവാൻ വേണ്ടി സനാതന ധർമ്മത്തെയാകെ അപമാനിക്കാനാണ് തയ്യാറായത്. ഒരർത്ഥത്തിൽ നാരായണ ഗുരുദേവനെയും നാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെയുമാണ് മുഖ്യമന്ത്രി ശിവഗിരിയുടെ പവിത്രമായ വേദിയിൽ അപമാനിച്ചിട്ടുള്ളത്. അത് നാരായണ ഗുരുധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കോടിക്കണക്കിന് ഗുരുദേവ ഭക്തരെയും സനാതന ധർമ്മ വിശ്വാസികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. പ്രതിഷേധ പരിപാടിയിൽ ബിജെപിയുടെ ജില്ലയിലെ വിവിധ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു.